നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് ഒക്ടോബർ 1 മുതൽ പേപ്പർലെസ് ഇമിഗ്രേഷൻ സംവിധാനം നിലവിൽ. ഇനി അപേക്ഷാ ഫോമുകൾ ഒഴിവാക്കാം, തിരക്കിൽപ്പെടേണ്ട. അമേരിക്ക സ്തംഭിക്കുന്നു. US സർക്കാർ പ്രവർത്തനങ്ങൾ വീണ്ടും അടച്ചുപൂട്ടി ട്രംപ്. അമേരിക്കയിലെ മുതിർന്ന സൈനിക കമാൻഡർമാരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി ട്രംപ്. ഫിലിപ്പീൻസിൽ ലിറ്റർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം. ഇതുവരെ 20 പേർ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. കോങ്കോയിലെ മുൻ പ്രസിഡന്റ് ജോസഫ് കബിലയെ യുദ്ധക്കുറ്റങ്ങൾ, രാജ്യദ്രോഹം, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ച് സൈനിക കോടതി. ബ്രിട്ടനിൽ ആരോഗ്യരംഗത്ത് ഭീഷണി ഉയർത്തി കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. പടരുന്നത് നിംബസ് സ്ട്രാറ്റസ് എന്നറിയപ്പെടുന്ന പുതിയ വകഭേദങ്ങൾ. US അതിവേഗം സ്ഥിരതാമസം യാഥാർത്ഥ്യമാക്കുന്ന ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതിയോട് ഇന്ത്യക്കാർക്കിടയിൽ താൽപര്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. US ഭരണകൂടം H-1B വിസ ഫീസ് $1,00,000 ആക്കി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഈ ട്രെൻഡ്. കാലാവസ്ഥാ വ്യതിയാനം, മരുഭൂമി, ഭൂമി നശീകരണം എന്നീ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 27 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ജിദ്ദയിൽ ഒത്തുചേർന്നു. രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും അവിടെ ഓടിയെത്തുന്ന സംഘടനയാണ് RSS എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സമയത്ത് ആദ്യം ഓടിയെത്തിയത് RSS ആണെന്നും പ്രധാനമന്ത്രി. നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ്ക്കെതിരെ കരൂർ ദുരന്തത്തിൽ രൂക്ഷ പ്രതികരണവുമായി DMK നേതാക്കളും മന്ത്രിമാരും. ദുരന്തത്തിന് ഉത്തരവാദിത്തം വിജയ്ക്കെന്ന് DMK. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ട് എന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. വാർത്തകൾ വിശദമായി. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം നടപ്പിൽ വന്നതോടെ ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് വരുന്ന വിമാനയാത്രക്കാർക്ക് ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ഫിസിക്കൽ ഡിംബാർക്കേഷൻ കാർഡുകൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇന്നു മുതൽ പേപ്പർലെസ് ഇമിഗ്രേഷൻ സംവിധാനങ്ങൾ നടപ്പാക്കി തുടങ്ങി. യാത്രയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓൺലൈനായി ഡിജിറ്റൽ അറൈവൽ കാർഡ് സമർപ്പിക്കാൻ സന്ദർശകരെ അനുവദിക്കുന്ന ഓൺലൈൻ പ്രക്രിയ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പാസ്പോർട്ട് നമ്പർ, ദേശീയത, സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം, പ്രാദേശിക വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഈ അറൈവൽ കാർഡിൽ ആവശ്യപ്പെടും. രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. യാത്രക്കാർക്ക് ഇപ്പോൾ നീണ്ട ക്യൂകളോ നേരിട്ടുള്ള പരിശോധനയോ നേരിടേണ്ടി വരില്ല. കാലതാമസമില്ലാതെ വെറും 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ മേന്മ. വിമാനത്താവളത്തിലെ നീണ്ട തിരക്കും കാലതാമസവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടി. ഈ മാസം ആദ്യം ലക്നൌ, തിരുവനന്തപുരം, ട്രിച്ചി, കോഴിക്കോട്, അമൃത്സർ എന്നീ 5 വിമാനത്താവളങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് ഇപ്പോൾ നീണ്ട ക്യൂകളോ നേരിട്ടുള്ള പരിശോധനയോ ഇല്ല. കാലതാമസമില്ലാതെ വെറും 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. റിപ്പബ്ലിക്കൻ ഫണ്ടിംഗ് പാക്കേജിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചതിനെ തുടർന്ന് ഏകദേശം 7 വർഷത്തിനിടെ ആദ്യമായി US സർക്കാർ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി അടച്ചുപൂട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 2018 അവസാനം മുതൽ 2019 തുടക്കത്തിൽ നടന്ന 35 ദിവസത്തെ അടച്ചുപൂട്ടലിനു ശേഷം US സർക്കാർ അടച്ചുപൂട്ടുന്നത് ഇതാദ്യമായാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിരവധി ഇളവുകൾ പ്രഖ്യാപിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണ് ഷട്ട്ഡൌണിന് കാരണം. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ ലോകരാഷ്ട്രങ്ങളെ മാത്രമല്ല ട്രംപിന്റെ സ്വന്തം അമേരിക്കയെ പോലും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന, ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാത്ത ട്രംപിനെ പോലൊരു വിഡ്ഢിയോട് എന്തു പറയാൻ. പക്ഷെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങളാണ്. 6 വർഷത്തിനിടെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഭീഷണിയിൽ അമേരിക്ക വിറങ്ങലിക്കുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിലെത്താനായില്ല. കോൺഗ്രസിലെ തിരക്കിട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ സെനറ്റിൽ അവതരിപ്പിച്ച താൽക്കാലിക ഫണ്ടിംഗ് ബില്ലും ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാത്തതിനാൽ പരാജയപ്പെട്ടു. ഇതോടെ ഷട്ട്ഡൌൺ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി. ഒരു ഷട്ട്ഡൌൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും ഷട്ട്ഡൌൺ ഉണ്ടായാൽ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും വൻതോതിൽ പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു ഷട്ട്ഡൌൺ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാമെന്നും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി
ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കുന്ന പല ഫെഡറൽ പദ്ധതികളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുഎസിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനും കഴിയുമെന്നും അവ ഡെമോക്രാറ്റുകളുടെ കാര്യങ്ങളായിരിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം അവർ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു വഴികളില്ല എന്നും രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. സമയപരിധിക്കുള്ളിൽ ധനബിൽ പാസ്സാകാതെ വന്നതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ വലിയൊരു ഭാഗം പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ഈ സ്തംഭനാവസ്ഥ 7 ആഴ്ച വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ആരോഗ്യ പരിപാലന രംഗത്തെ വ്യവസ്ഥകളിലാണ് ഡെമോക്രാറ്റുകളും വൈറ്റ് ഹൗസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ടപ്പിരിച്ചുവിടൽ ഭീഷണികൾ നിയമലംഘനമാണ് എന്നാരോപിച്ച് ഫെഡറൽ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകൾ ചൊവ്വാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ കേസ് ഫയൽ ചെയ്തു. ഷട്ട്ഡൌൺ സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ നിയമപരമായ നീക്കം. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോരും രൂക്ഷമായി. ചർച്ചകൾക്ക് ശേഷം ട്രംപ് പോസ്റ്റ് ചെയ്ത ഡെമോക്രാറ്റിക് നേതാക്കളായ ചക്ക് ഷൂമറിനെയും ഹക്കീം ജെഫ്രീസിനെയും പരിഹസിക്കുന്ന ഒരു AI നിർമ്മിത വീഡിയോ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നേതാക്കൾ പറയുന്നത് വീഡിയോയിൽ വ്യാജമായി ചിത്രീകരിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ജെഫ്രീസ് അടുത്ത തവണ തനിക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്തു നോക്കി പറയണമെന്നും വ്യാജ വീഡിയോയിലൂടെ ഒളിച്ചോടരുതെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ എന്നത് വളരെ ഗുരുതരമായ സാമ്പത്തികവും സാമൂഹികവുമായി പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. സർക്കാർ ബജറ്റ് അംഗീകരിക്കാതെയോ ധനവിനിയോഗ നിയമം പാസ്സാകാതെയോ വന്നാൽ സർക്കാർ സേവനങ്ങളുടെ വലിയൊരു ഭാഗവും അടച്ചുപൂട്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വേതനം ലഭിക്കാതെയോ വൈകിപ്പോവുകയോ ചെയ്യുന്നതുമാണ് ഈ അവസ്ഥ. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ നേതൃത്വവും അദ്ദേഹത്തിന്റെ ഭീകരമായ തീരുമാനങ്ങളും നിരവധി തവണ അമേരിക്കയെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ട്രംപ് ഭരണകാലത്തുണ്ടായിരുന്ന 2018, 2019 കാലത്തെ ഷട്ട്ഡൌൺ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 35 ദിവസം നീണ്ടുനിന്ന സർക്കാർ അടച്ചുപൂട്ടൽ കോടിക്കണക്കിന് ആളുകളെ ബാധിച്ചു. ഇന്നും ട്രംപിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന്റെ വിഭജിക്കുന്ന രീതികളും പുതിയ ഷട്ട്ഡൌൺ സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കായി പൊതുജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഒരു വലിയ അനീതിയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ കളികളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ സാമ്പത്തിക ആഘാതം അമേരിക്കൻ ജനങ്ങളുടെ വിശ്വാസം തന്നെ ഇടിച്ചു തകർക്കുമെന്ന് ഉറപ്പാണ്. ഷട്ട്ഡൌൺ സമയത്ത് സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും ആശുപത്രികളും പോലും പ്രവർത്തനരഹിതമാകുന്ന ഒരു അവസ്ഥ സംജാതമാകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനം രാജ്യത്തിന്റെ ഭാവി തലമുറയെ അപകടത്തിലാക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ട്രംപിന്റെ രാഷ്ട്രീയ സമീപനം ഡിവൈഡ് ആൻഡ് റൂൾ എന്നതാണ്. സ്വന്തം രാഷ്ട്രീയ ശക്തി ഉറപ്പിക്കാൻ അദ്ദേഹം സർക്കാർ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്താൻ തയ്യാറാണ് എന്ന് സാരം. 2019 ഷട്ട്ഡൌൺ അതിന്റെ വലിയ തെളിവായിരുന്നു. മെക്സിക്കോ അതിർത്തിയിൽ മതിൽ പണിയാൻ ഫണ്ടിംഗ് വേണമെന്ന ഏകദേശം വിവേചനപരമായ ആവശ്യത്തിനായി അദ്ദേഹം അമേരിക്കയെ 35 ദിവസമാണ് മുഴുവൻ ഇരുട്ടിലാഴ്ത്തിയത്. ഈ രീതിയിൽ ജനാധിപത്യത്തെ കളിയാക്കുന്ന നേതാവിനെതിരെ അമേരിക്കൻ ജനങ്ങളും ലോക സമൂഹവും പോലും ശക്തമായി പ്രതികരിക്കുന്ന സമയം ഇനി വിദൂരമല്ല. അമേരിക്കയിലെ മുതിർന്ന സൈനിക കമാൻഡർമാരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ മന്ത്രി പീറ്റ് ഹെഗ്സെത്ത് എന്നിവർ നടത്തിയത് നിർണായക നീക്കം. വെർജീനിയയിലെ സൈനിക ക്യാമ്പിൽ 800-ലധികം ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്നു. സൈന്യം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ മുങ്ങിക്കിടക്കുന്നതായി ട്രംപ് വിമർശിച്ചു. സൈന്യത്തോട് US നഗരങ്ങളെ തന്നെ സൈനികർക്കായി പരിശീലന കേന്ദ്രങ്ങളാക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. അമേരിക്കയിലെ ചില അപകടകരമായ നഗരങ്ങളെ സൈനികർക്കുള്ള പരിശീലന ഗ്രൗണ്ടുകളാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഏഷ്യ, യൂറോപ്പ് ഉൾപ്പെടെ വിവിധ മേഖലയിലെ കമാൻഡർമാരെ അടിയന്തരമായി വിളിച്ചു വരുത്തിയാണ് അപൂർവവും ശ്രദ്ധേയവുമായ യോഗം നടന്നത്. ഫെഡറൽ സർക്കാർ അടച്ചുപൂട്ടപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലും വിദേശത്തുള്ള മുതിർന്ന കമാൻഡർമാരെ അടിയന്തരമായി വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സൈനികരുടെ വേഷധാരണം മുതൽ ഫിറ്റ്നസ് വരെ കടുത്ത മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രതിരോധ സെക്രട്ടറി ഹെഗ്സെത്ത് അറിയിച്ചു. ചില കാര്യങ്ങളും നിയമങ്ങളും സൈനികർക്കും കമാൻഡോകൾക്കും തടസ്സമാണ് എന്നും അവ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫിലിപ്പീൻസിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം രാജ്യത്തെ ഞെട്ടിച്ചു. ഇതുവരെ 20 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മധ്യ ഫിലിപ്പീൻസിലെ സെബു മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി പ്രാദേശിക സമയം 10ഓടെയാണ് ശക്തമായ ഭൂചലനമുണ്ടായത്.
നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ബോഹോർ പ്രവിശ്യയിലെ കാലാപ്പയ്ക്ക് സമീപമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിനു പിന്നാലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി. 4 കെട്ടിടങ്ങളും 6 പാലങ്ങളും പൂർണ്ണമായി തകർന്നു എന്ന് സെബു പ്രവിശ്യ അധികൃതർ അറിയിച്ചു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ടാണ് മരണം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കോങ്കോയിലെ മുൻ പ്രസിഡന്റ് ജോസഫ് കബിലയെ യുദ്ധക്കുറ്റങ്ങൾ, രാജ്യദ്രോഹം, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഒരു സൈനിക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. കിർഷാൽസയിലെ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായ ലഫ്റ്റനന്റ് ജനറൽ ജോസഫ് മുന്തോബോ കറ്റലായി കൊലപാതകം, ലൈംഗികാതിക്രമം, പീഡനം, കലാപം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ കപില കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതായി പറഞ്ഞു. DRCയുടെ അസ്ഥിരമായ കിഴക്കൻ പ്രവിശ്യകളിൽ റുവാണ്ടയുടെ പിന്തുണയുള്ള M23 വിമതരുടെ മുന്നേറ്റത്തെ പിന്തുണച്ചതിൽ കപിലയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതാണ് കേസ്. 2001 മുതൽ 2019 വരെ രാജ്യത്തെ നയിച്ച കപില തെറ്റ് നിഷേധിച്ചു. ജുഡീഷ്യറി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവെന്ന് പ്രതികരിച്ചു. ബ്രിട്ടനിൽ ആരോഗ്യരംഗത്ത് ഭീഷണി ഉയർത്തി കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. നിംബസ് എന്നും സ്ട്രാറ്റസ് എന്നും അറിയപ്പെടുന്ന പുതിയ വകഭേദങ്ങളാണ് ഇപ്പോൾ ഭീഷണിയായിരിക്കുന്നത്. മുൻ വകഭേദങ്ങളെക്കാൾ ഗുരുതരമായ ഭീഷണി അല്ല എങ്കിലും ജനിതക മാറ്റങ്ങൾ വൈറസിന് കൂടുതൽ പെട്ടെന്ന് പകരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. കുട്ടികളിലും വയോധികരിലും രോഗവ്യാപനം വർദ്ധിക്കുന്നതായി റോയൽ കോളേജ് ഓഫ് GPകൾ മുന്നറിയിപ്പ് നൽകി. തലവേദന, ചുമ, മൂക്കടഞ്ഞുപോകൽ, തളർച്ച എന്നിവയ്ക്ക് പുറമെ കടുത്ത കഴുത്തുവേദനയും ശബ്ദവ്യത്യാസവുമാണ് പുതിയ രോഗലക്ഷണങ്ങൾ. 75 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന സൗജന്യ വാക്സിൻ പുതിയ വകഭേദങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ അപകട സാധ്യതയുള്ള ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കുകയും വീട്ടിൽ കഴിയുകയും ചെയ്യണമെന്ന് ശുപാർശ നൽകിയിട്ടുണ്ട്. പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കാനും കൈ കഴുകാനും ടിഷ്യൂകൾ സുരക്ഷിതമായി ഉപേക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലേബർ പാർട്ടിക്കുള്ളിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്നതായി സൂചന. ലേബർ പാർട്ടി അംഗങ്ങളിൽ 1/3 പേർ സർ കീർ സ്റ്റാർമർ ഒരു നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് കരുതുന്നില്ല എന്ന തരത്തിൽ സർവേകൾ പുറത്തുവന്നു. പുതിയ സർവേ അനുസരിച്ച് സ്റ്റാർമർ മോശം പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് 33% പേർ അഭിപ്രായപ്പെടുമ്പോൾ 63% പേർ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നു. 37% പേർ സ്റ്റാർമർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കരുതെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 53% പേർ അദ്ദേഹം വീണ്ടും ഭരണം തുടരണമെന്ന അഭിപ്രായക്കാരാണ്. സ്റ്റാർമറിന് പകരം സർവേയിൽ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണമാനിനാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ ലഭിച്ചിരിക്കുന്നത്. 54% അംഗങ്ങളും അദ്ദേഹത്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. പുറത്താക്കിയ ഡെപ്യൂട്ടി നേതാവ് ഏഞ്ചല റെയ്നർക്ക് 10% മാത്രമാണ് ലഭിച്ചത്. ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗിന് 7%, മുൻ നേതാവും ഇപ്പോഴത്തെ ഊർജ്ജ സെക്രട്ടറിയുമായ എഡ് മിലിബാൻഡിനും വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറിനും 6% വീതവും പുതിയ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന് 2% പിന്തുണ ലഭിച്ചു. ബ്രിട്ടനിൽ ബൈ നൗ പേ ലെറ്റർ ക്രെഡിറ്റ് സംവിധാനത്തിന്റെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായി മുന്നറിയിപ്പ്. ഇതുവരെ യുവാക്കളാണ് കൂടുതലായി ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 55 മുതൽ 64 വയസ്സ് വരെയുള്ളവരിൽ ഉപയോഗം ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിന്റെ ഫലമായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരും നിയന്ത്രിത വരുമാനമുള്ളവരും അനാവശ്യ കടബാധ്യതകളിൽ പെടാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്നാണ് ഉപഭോക്തൃ സംഘടനയുടെ മുന്നറിയിപ്പ്. UK ഫിനാൻസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മൊത്തത്തിൽ രാജ്യത്തെ ഏകദേശം 1/4 പ്രായപൂർത്തിയായവരാണ് BNPL ഉപയോഗിക്കുന്നത്. 2023-ൽ 10% പേർ മാത്രമായിരുന്നു BNPL ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2024-ൽ 20-21% ഉയർന്നു. ശരാശരി വാങ്ങൽ തുക 114 പൗണ്ട് ആണെന്നും വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ആഭരണങ്ങൾ എന്നിവയാണ് കൂടുതലും ഈ രീതിയിൽ വാങ്ങുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US-ൽ അതിവേഗം സ്ഥിരതാമസം യാഥാർത്ഥ്യമാക്കുന്ന ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതിയോട് ഇന്ത്യക്കാർക്കിടയിൽ താൽപര്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. US ഭരണകൂടം H-1B വിസ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്കാർക്കിടയിൽ ഗോൾഡ് കാർഡ് പദ്ധതി ചർച്ചയാവുന്നത്. സെപ്റ്റംബർ 19-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ ട്രംപ് ഗോൾഡ് കാർഡ് യാഥാർത്ഥ്യമായി. US ഖജനാവിലേക്ക് $10,00,000 സംഭാവന നൽകുന്ന യോഗ്യരായവർക്ക് ട്രംപ് ഗോൾഡ് കാർഡ് നേടാം. H-1B വിസ ഫീസ് വർധനവിനെ തുടർന്ന് ഗോൾഡ് കാർഡിനുള്ള താൽപര്യം ഗണ്യമായി വർദ്ധിച്ചതായി ഇമിഗ്രേഷൻ സ്ഥാപനങ്ങൾ പറയുന്നു. എല്ലാവരും അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കുന്ന പാസ്പോർട്ട് വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? അതും വിമാനയാത്രക്കിടയിൽ. സഹയാത്രികൻ തന്റെ പാസ്പോർട്ട് തിന്നുന്നത് കണ്ടാൽ എന്താകുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇന്നലെ ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനം പാരീസിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിദേശികൾക്ക് ഇമിഗ്രേഷൻ കൗണ്ടറുകൾ ഫിസിക്കൽ ഡിംബാർക്കേഷൻ കാർഡുകൾ പൂരിപ്പിക്കേണ്ടതില്ല. യാത്രയ്ക്ക് മുമ്പ് ഡിജിറ്റൽ അറൈവൽ കാർഡ് സമർപ്പിക്കാൻ സന്ദർശകരെ അനുവദിക്കുന്ന പ്രക്രിയ ഓൺലൈനായി മാറുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.
പാസ്പോർട്ട് നമ്പർ, ദേശീയത, സന്ദർശനത്തിന്റെ ഉദ്ദേശം, പ്രാദേശിക വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഈ അറൈവൽ കാർഡിൽ ഉൾപ്പെടും. രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇന്ത്യൻ പൗരന്മാരെയും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകളെയും ഫോം പൂരിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കാലതാമസം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഈ മാസം ആദ്യം ലക്നൗ, തിരുവനന്തപുരം, ട്രിച്ചി, കോഴിക്കോട്, അമൃത്സർ എന്നീ 5 വിമാനത്താവളങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റ് ട്രാവലർ പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡ് ഉടമകൾക്കും ലഭ്യമായ ഈ പരിപാടി 2024 ആദ്യം ഡൽഹിയിലാണ് അവതരിപ്പിച്ചത്. പിന്നീട് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, കൊച്ചി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ആകെ 13 വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ ഈ സൗകര്യം ലഭ്യമാണ്. നവി മുംബൈ, ഗ്രേറ്റർ നോയിഡ എന്നിവയിലും ഇത് ഉൾപ്പെടും. യാത്രക്കാർക്ക് ഇപ്പോൾ നീണ്ട ക്യൂകളോ നേരിട്ടുള്ള പരിശോധനയോ ഇല്ല. കാലതാമസമില്ലാതെ വെറും 30 സെക്കൻഡിനുള്ളിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നു. പോർട്ടൽ ഏകദേശം 3 ലക്ഷം യാത്രാ പ്രസ്താവനകൾ വ്യക്തമാകുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.42 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.71 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.31 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.75 ഇന്ത്യൻ രൂപ. ട്രംപിന്റെ താരിഫിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലെ പല മേഖലകളിലും പലതലത്തിലും ബാധിച്ചു തുടങ്ങിയതായി സൂചനകൾ. പാചകവാതകത്തിന്റെ വിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് മുഴുവൻ കുടുംബങ്ങൾക്കും ഇരുട്ടടിയായിരിക്കുകയാണ്. നവരാത്രി സമ്മാനമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് GSTയിൽ വലിയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയപ്പോഴും പാചകവാതകത്തിന്റെ വിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് മുഴുവൻ കുടുംബങ്ങൾക്കും ഇരുട്ടടിയായിരിക്കുകയാണ്. ട്രംപിന്റെ താരിഫിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലെ പല മേഖലകളിലും പല തരത്തിലും ബാധിച്ചു തുടങ്ങി എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. എത്രയൊക്കെ ട്രംപിന്റെ താരിഫ് ഇന്ത്യയുടെ പല മേഖലയെയും ബാധിച്ചില്ല എന്ന് ആവർത്തിക്കുമ്പോഴും അതിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോഴും അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. റഷ്യയുമായുള്ള വാണിജ്യ ബന്ധം തുടരുന്നതിന്റെ പേരിലാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ അമിത താരിഫ് ചുമത്തിയതും ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി റഷ്യയുമായുള്ള വാണിജ്യ ബന്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നതും. എന്നാൽ ഇന്ത്യ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മോദി സ്വീകരിക്കുന്ന നിലപാട് ഏതൊരു നേതാവും കണ്ടുപഠിക്കേണ്ട നട്ടലുള്ള തീരുമാനമാണ് എന്നിരിക്കെയും അത് ഇന്ത്യൻ ജനതയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ ഇനി എന്ത് എന്ന സംശയത്തോടെയാണ് മുഴുവൻ ഇന്ത്യൻ ജനതയും മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വീണ്ടും. എണ്ണ കമ്പനികളുടെ പതിവ് വില പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്നാണ് റിപ്പോർട്ടുകൾ. വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ ഒന്നിന് 15 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യം നവരാത്രി, ദസറ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴുള്ള വില വർധനവ് ഹോട്ടൽ, റെസ്റ്റോറന്റ് വിപണികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം 14 കിലോഗ്രാം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല. എണ്ണ കമ്പനികൾ കഴിഞ്ഞ 6 മാസമായി വാണിജ്യ സിലിണ്ടറിന്റെ നിരക്ക് കുറച്ചിരുന്നു. കൊച്ചിയിൽ LPG സിലിണ്ടറിന് 1602.5 രൂപയായി. തിരുവനന്തപുരത്ത് 1623.5 രൂപയും. കോഴിക്കോട്ട് 1634.5 രൂപയുമാണ് നിലവിലെ വില. പ്രാദേശിക നികുതി, ഗതാഗത ചിലവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നഗരങ്ങളിൽ വ്യത്യസ്ത വില അനുഭവപ്പെടുന്നത്. പുതുക്കിയ വില അനുസരിച്ച് ഡൽഹിയിൽ ഇനി മുതൽ 1595.5 രൂപയായിരിക്കും വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില. 1580 രൂപയായിരുന്നു പഴയ വില. കൊൽക്കത്തയിൽ 16 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 1684 രൂപയിൽ നിന്ന് 1700 രൂപയായി വില വർദ്ധിച്ചു. മുംബൈയിൽ 1531 നിന്ന് 1547 രൂപയായും ചെന്നൈയിൽ 1738 രൂപയിൽ നിന്ന് 1754 രൂപയായും വില വർദ്ധിച്ചു. വാണിജ്യ സിലിണ്ടറിന് ഏപ്രിലിൽ 43 രൂപ, മെയ്യിൽ 15 രൂപ, ജൂണിൽ 25 രൂപ, ജൂലൈയിൽ 57.5 രൂപ, ഓഗസ്റ്റിൽ 34.5, സെപ്റ്റംബറിൽ 51.5 രൂപ എന്നിങ്ങനെയായിരുന്നു എണ്ണ കമ്പനികൾ കുറച്ചിരുന്നത്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തിയാണ് ഓരോ മാസവും എണ്ണ കമ്പനികൾ വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ 860 രൂപയാണ്. കോഴിക്കോട് ഇത് 861.5 രൂപയും തിരുവനന്തപുരത്ത് 862 രൂപയുമായി മാറിയിട്ടുണ്ട്.
2024 മാർച്ച് 8-നായിരുന്നു ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത്. ആ വർഷത്തെ വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം 100 രൂപയാണ് സിലിണ്ടറിന് കുറച്ചത്. എന്നാൽ പിന്നീട് വാണിജ്യ സിലിണ്ടറിന് വില തുടർച്ചയായി കുറച്ചിട്ടും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഇന്ത്യയിൽ 90% LPG ഉപയോഗിക്കുന്നത് വീടുകളിൽ പാചകാവശ്യത്തിനാണ്. എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ മാത്രം 1 കോടിയോളം LPG ഉപഭോക്താക്കളാണുള്ളത്. പാചകവാതക വില ഇത്തരത്തിൽ കുതിച്ചു പായുകയാണെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരും. ദ്രുതഗതിയിൽ ഇന്ത്യയിലെ സാമ്പത്തിക മാന്ദ്യം പരിഹരിച്ചുകൊണ്ട്, ഇന്ധനക്ഷാമം പരിഹരിച്ചുകൊണ്ട് മോദി ഉചിതമായ നടപടിയിലേക്ക് കടക്കുമെന്ന പ്രത്യാശയിലാണ് ഇന്ത്യൻ ജനത. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനം, മരുഭൂമീകരണം, ഭൂമി നശീകരണം എന്നീ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 27 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ജിദ്ദയിൽ ഒത്തുചേർന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും നാഷണൽ സെന്റർ ഫോർ വെജിറ്റേഷൻ കവർ ഡെവലപ്മെന്റ് ആൻഡ് കോമ്പാറ്റിംഗ് ഡെസർട്ടിഫിക്കേഷനും സംയുക്തമായി സംഘടിപ്പിച്ച നിയർ ഈസ്റ്റ് ഫോറസ്ട്രി ആൻഡ് റേഞ്ച് കമ്മീഷന്റെ 27ാമത് സെഷനാണ് ജിദ്ദയിൽ ആരംഭിച്ചത്. അഭയാർത്ഥി പിന്തുണയ്ക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമായി ഷാർജ ഭരണകൂടം നൽകുന്ന ഷാർജ ഇന്റർനാഷണൽ അവാർഡ് ഫോർ റെഫ്യൂജി അഡ്വക്കസി ആൻഡ് സപ്പോർട്ട് പുരസ്കാരത്തിന്റെ 9ാം പതിപ്പിന് റെക്കോർഡ് പങ്കാളിത്തം. ഈ വർഷം 790 അപേക്ഷകളാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണത്തിൽ 49.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെങ്ങുമുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ ആഗോള ശ്രദ്ധ നേടുന്നതിന്റെ സൂചനയായാണ് ഈ വർധനവ് വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷം 5 ഭൂഖണ്ഡങ്ങളിലെ 68 രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനകൾ പുരസ്കാരത്തിനായി അപേക്ഷിച്ചു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒരു അപേക്ഷ പോലും ലഭിച്ചിട്ടില്ല. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.66 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.15 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 290.36 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 230.4 ഇന്ത്യൻ രൂപ. രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും അവിടെ ഓടിയെത്തുന്ന സംഘടനയാണ് RSS എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സമയത്ത് ആദ്യം ഓടിയെത്തിയത് RSS ആണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ദുരിതങ്ങളിൽ താങ്ങായി RSS നിലകൊണ്ടുവെന്നും മോദി അഭിപ്രായപ്പെട്ടു. RSSന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. RSS 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പുറത്തിറക്കി. ഇതോടൊപ്പം പ്രത്യേക നാണയവും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. ഭാരതാംബ ചിഹ്നം ആലേഖനം ചെയ്തതാണ് 100 രൂപയുടെ നാണയം. RSS സർ കാര്യവാഹക് ദത്തത്രേയ ഹോസബോലെ, കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നടനും തമിഴക വെട്രി കഴകം നേതാവുമായ വിജയ്ക്കെതിരെ കരൂർ ദുരന്തത്തിൽ രൂക്ഷ പ്രതികരണവുമായി DMK നേതാക്കളും മന്ത്രിമാരും രംഗത്തെത്തി. കരൂർ ദുരന്തത്തിനു ശേഷം വിജയുടെ പേരെടുത്ത് വിമർശിക്കാതിരുന്ന DMK നേതാക്കൾ വിജയുടെ പ്രതികരണ വീഡിയോയ്ക്ക് ശേഷമാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദുരന്തത്തിന് ഉത്തരവാദിത്തം വിജയ്ക്കായിരുന്നു എന്നാണ് DMKയുടെ പ്രതികരണം. തെറ്റ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയ് കരൂരിൽ നിന്ന് ഓടി ഒളിച്ചതെന്ന് DMK ജനറൽ സെക്രട്ടറി A രാജ പ്രതികരിച്ചു. ഒരു നേതാവ് എങ്ങനെ ആവരുതെന്ന് കരൂർ ദുരന്തം തെളിയിച്ചെന്നും മന്ത്രി ശിവശങ്കർ പറഞ്ഞു. ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാവാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ റുവൻ അസർ. ഇസ്രയേലിലെ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യയുടെ സഹായം വേണമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റുവൻ അസർ പറഞ്ഞു. ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാക്കളാണ്. നിങ്ങൾ ഇന്ത്യയെ നിർമ്മിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രദേശങ്ങളും നിങ്ങൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയും, റുവൻ അസർ പറഞ്ഞു. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച 20 പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ സമാധാന പദ്ധതിയിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക് മേഖലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാനാകുമെന്ന നിർദ്ദേശവുമുണ്ട്. ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. പുതുക്കിയ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ പരിശോധിച്ച ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കിയ വോട്ടർ പട്ടിക ഉപയോഗിക്കുമെന്ന് ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള വോട്ടർ പട്ടിക പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉടൻ ലഭ്യമാക്കും. പുതുക്കലിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അന്തിമ വോട്ടർ പട്ടിക റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വോട്ടർ പട്ടിക കേസിൽ സുപ്രീം കോടതിയിൽ അന്തിമവാദം കേൾക്കൽ ഒക്ടോബർ 7 നടക്കും.
കേരളത്തിലെ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ ഏകദേശം 1100 കോടിയുടെ വ്യാജ ഇടപാടുകൾ നടന്നതായുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വൻ റാക്കറ്റിനെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമുയർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വ്യാജ പേരുകളിൽ 1000-ലധികം തെറ്റായ രജിസ്ട്രേഷനുകൾ ഉപയോഗിച്ച് നടന്ന ഈ വൻ തട്ടിപ്പ് പൂനെയിലെ GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും തുടർന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇത്രയും ഗുരുതരമായ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടും സർക്കാർ ഇതുവരെ ഒരു അന്വേഷണവും പ്രഖ്യാപിക്കുകയോ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വി.ഡി. സതീശൻ ആരോപിക്കുന്നു. തട്ടിപ്പ് കാരണം സംസ്ഥാന ഖജനാവിന് ലഭിക്കേണ്ടിയിരുന്ന 200 കോടിയിലധികം രൂപയുടെ വരുമാനമാണ് നഷ്ടമായത്. തെറ്റ് കണ്ടിട്ടും പ്രതികരിക്കാതെ തട്ടിപ്പിന് മൗനാനുവാദം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇരകൾക്ക് നിയമസഹായം നൽകി അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വി.ഡി. സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശത്തിൽ BJP വക്താവ് പ്രിന്റു മഹാദേവിനെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിന്റുവിന്റെ പരാമർശത്തോട് യോജിക്കുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ല. BJP മുന്നോട്ട് വെക്കുന്നത് വികസനമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എയിംസ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വരണമെന്നാണ് ആഗ്രഹമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അന്തിമ തീരുമാനം കേന്ദ്രമെടുക്കും. ഇതേ ചൊല്ലി പാർട്ടിയിൽ തർക്കമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ട് എന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയച്ചു. കഞ്ചാവ് കേസിൽ വേടനെതിരെ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ 10 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൽമാൻ ആഗ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി BCCI. ഏഷ്യ കപ്പിൽ നിന്ന് ലഭിച്ച മാച്ച് ഫ്രീ പഹൽഗാം ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ബാധിച്ചവർക്ക് സമ്മാനിക്കുമെന്ന ആഗയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് BCCI നിയമ നടപടിക്ക് ശ്രമിക്കുന്നത്. മാച്ച് ഫ്രീ ഇന്ത്യൻ സൈനികർക്കും പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകുമെന്ന ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ആഗയുടെ പ്രസ്താവന. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു.